അതിനോടൊപ്പം തന്നെ റെയിൽവേ ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ആദ്യമായി ചോദിക്കുന്നത് ഇർക്കോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ്. ഇർക്കോണെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം 2.5% മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇർക്കോൺ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇർക്കോൺ, റെയിൽടെൽ, RVNL, IRFC, IRCTC മുതലായ സ്റ്റോക്സിലൊക്കെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇർക്കോണിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ഈ ആഴ്ചത്തെ ട്രേഡിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 209 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. IRFCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 142 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 150 ആൻഡ് റെയിൽ ടെല്ലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 440. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 465 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 400 രൂപയിലായിരിക്കണം സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.